ഗോതമ്പ് പൊടിയും തേങ്ങയും ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരുടെയും വീട്ടിൽ സാധാരണഗതിയിൽ കാണുന്ന കുറച്ച് ചേരുവകൾ ഉപയോഗിച്ച് കുറഞ്ഞ സമയത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു പലഹാരം പുറമേ നല്ല മൊരിഞ്ഞിട്ടാണ് ഇരിക്കുക, ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് ജ്യൂസി ആയിട്ടാണ് ഉണ്ടാകുക. എങ്ങനെയാണ് ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങയാണ്. ഞാനിവിടെ 2 കപ്പ് അളവ് തേങ്ങ ചിരകി ഒന്ന് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും ആദ്യം പാലെടുക്കാണ് വേണ്ടത്. ഞാനിവിടെ മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് ഈ ഒരു തേങ്ങ മുഴുവനായിട്ടും തന്നെ മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് അളവ് ചെറു ചൂട് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറു ചൂട് വെള്ളം ചേർക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പാലെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിതാ ഒന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലത്തെ ഒരു സ്ട്രെയിനറിലൂടെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് പാല് എടുക്കാം. കൈ ഉപയോഗിച്ച് നന്നായിട്ട് സ്ക്വീസ് ചെയ്തിട്ട് പാല് മാക്സിമം എടുക്കുക. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ലോട്ടിൽ നന്നായിട്ട് തന്നെ പാലെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു പിണ്ടി ഒന്നും കൂടെ മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു 1/4 കപ്പ് അളവ് ചെറുചൂട് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൽ നിന്ന് മുഴുവനായിട്ടും തന്നെ പാല് പിഴിഞ്ഞെടുക്കാം. മാക്സിമം നന്നായിട്ട് തന്നെ പാലെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതുപോലെ പാലെടുത്തതിന് ശേഷം ചെറിയൊരു സ്ട്രെയിനറിലും കൂടെ സ്ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഒട്ടും തേങ്ങയുടെ അംശം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുണിയിലൂടെ നന്നായിട്ട് പിഴിഞ്ഞെടുത്താലും മതി. ഇതിപ്പോൾ 1/2 കപ്പ് അളവ് തേങ്ങാപ്പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് അളവ് റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വറക്കാത്ത റവയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് 1 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് വറക്കരുത്, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി. 1 മിനിറ്റ് നേരത്തേക്ക് മാത്രമാണ് ഞാനിവിടെ സോട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതാ റവ ആ ഒരു നെയ്യിൽ കിടന്നിട്ട് ഒന്ന് ചെറുതായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ്. ഞാനിവിടെ 1/4 കപ്പ് അളവ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിവിടെ മുഴുവനായിട്ടും തന്നെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ആ ഒരു പച്ചമണമൊക്കെ മാറി നെയ്യിൽ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ആ ഒരു സമയം വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയം കഴിയുമ്പോൾ ഇതിൽ നിന്ന് നല്ലൊരു സ്മെല്ലൊക്കെ വരും. അതായത് നന്നായിട്ട് വറുത്ത് ആ ഒരു നെയ്യുടെയും ഗോതമ്പിൻ്റെയും ഒക്കെ ആ ഒരു വെന്ത ഒരു മണം വരും. ആ ഒരു സമയം വരെയാണ് ഇത് നന്നായിട്ട് സോട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരു 3-4 മിനിറ്റാണ് ഞാനിവിടെ ഇത് വറുത്തെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ഏലക്ക പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് അളവ് തേങ്ങാപ്പാലാണ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിവിടെ മുഴുവനായിട്ടും തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇത് നല്ല ഡോ പരുവത്തിലേക്കായിട്ട് വരും. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഗോതമ്പ് പൊടിയും റവയും ഒക്കെ നന്നായിട്ട് വറുത്തെടുത്തത് കൊണ്ട് തന്നെ ഈസി ആയിട്ട് ഇത് വെന്ത് വന്നോളും. അപ്പോൾ അതാ ഞാനിപ്പോൾ ഇവിടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കട്ടിയായി ഒരു ഡോ പരുവത്തിലാകുന്ന ആ ഒരു സമയം വരെയാണ് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് കട്ടിയായിട്ട് വരുമ്പോൾ ആ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒരു 1-2 മിനിറ്റ് നേരത്തേക്ക് ആ ഒരു ചൂടിലൊന്ന് നന്നായിട്ട് നീഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാനിവിടെ ഇതൊരു പാത്രത്തിലേക്ക് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് ആറി വന്നിട്ട് നമുക്കൊന്ന് കൈ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് നീഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഒന്ന് ചെറുതായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു പാത്രത്തിൽ ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചൂടൊന്ന് ആറി വരുമ്പോഴേക്കും ഇതിനായിട്ടുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് അളവ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മധുരം കുറച്ച് മതി എന്നുണ്ടെങ്കിൽ 1 കപ്പ് അളവ് പഞ്ചസാര ഉപയോഗിച്ചാലും മതിയാകും. ഇതിലേക്ക് അതേ അളവ് പഞ്ചസാര എത്രയാണോ എടുത്തിരിക്കുന്നത് ആ ഒരു അളവിൽ തന്നെയാണ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1/2 കപ്പ് അളവ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ട് അതൊന്ന് തിളച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതാ ഞാനിതിപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ആ ഒരു സമയത്ത് നമ്മളുടെ കൂട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചത് ഒന്ന് ചൂടൊക്കെ ചെറുതായിട്ട് ആറി വന്നിട്ടുണ്ട്. അത് കൈ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് നന്നായിട്ട് നീഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ചെറിയ ചൂടിലാണുള്ളത്, എന്നാലും കൈ ഉപയോഗിച്ച് നമുക്ക് തൊടാൻ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് നീഡ് ചെയ്തെടുക്കുന്നുണ്ട്. സൈഡിൽ വെച്ച പഞ്ചസാര സിറപ്പ് ഇപ്പം നന്നായിട്ട് പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 3-4 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് വേണ്ടത്. ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾക്ക് വേണ്ടുന്ന കൺസിസ്റ്റൻസിയിൽ പഞ്ചസാര സിറപ്പ് കിട്ടിക്കോളും.
അതവിടെ റെഡിയാവുന്ന ആ ഒരു സമയത്ത് ഞാനിവിടെ കൂട്ട് നന്നായിട്ട് നീഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് കൈയെടുക്കാതെ നല്ലപോലെ നീഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ ഒരു കൂട്ട് നല്ല സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് അമർത്തി അമർത്തി നീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂട്ടിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. അതിൽ നിന്ന് നല്ലപോലെ എണ്ണയൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അത് ആ ഒരു തേങ്ങാപ്പാലിലുള്ള എണ്ണയും ഉണ്ടാകും. അപ്പോൾ ഞാനിതിപ്പോൾ കൂട്ട് നന്നായിട്ട് തയ്യാറാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. ഏത് വലുപ്പത്തിലാണോ നിങ്ങളിത് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു വലുപ്പത്തിലുള്ള ഉരുളകൾ തയ്യാറാക്കിയെടുക്കാം. ഇതിപ്പോൾ തയ്യാറാക്കിയെടുക്കുക വരുമ്പോഴേക്കും നമ്മളുടെ പഞ്ചസാര സിറപ്പ് ഇവിടെ നല്ല പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ നൂൽപ്പരുവല്ല, നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ എണ്ണയൊക്കെ തൊടുന്ന ആ ഒരു പരുവത്തിലാകുന്നത് വരെയാണ് ഇത് തയ്യാറാക്കിയെടുക്കേണ്ടത്. നൂൽപ്പരുവത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിപ്പോൾ ആ ഒരു പാകത്തിനായിട്ടുണ്ട്. ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നല്ല ഫ്ലേവറിനാണ്. ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമില്ല. ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇതിപ്പോൾ കറക്റ്റ് പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വെക്കുക. അതിൻ്റെ ചൂട് ഒരുപാട് ആറിപ്പോവരുത്, അതിന് വേണ്ടിയിട്ടാണ് അടച്ച് വെക്കുന്നത്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളകളൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇതുപോലെ കയ്യിലൊന്ന് വെച്ച് നല്ലപോലെ ആദ്യം അമർത്തി ഒന്ന് നീഡ് ചെയ്യുക. അത് ഒട്ടും ക്രാക്ക് ഇല്ലാത്ത രീതിക്ക് നമുക്ക് കിട്ടണം. അപ്പോൾ ഇതൊന്ന് കൈ ഉപയോഗിച്ച് ഞാനിവിടെ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് പരത്തിയിട്ട് നടുഭാഗത്തായിട്ട് വിരലുപയോഗിച്ച് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു കുഴിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്ക്യൂർ ഉപയോഗിച്ച് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് വെന്ത് വരുമ്പോൾ നല്ലൊരു ഫ്ലവറിൻ്റെ ആ ഒരു ഷേപ്പിലാണ് ഉണ്ടാകുക. ഈ ഒരു രീതിക്ക് തന്നെ തയ്യാറാക്കിയെടുക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പ് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു രീതിക്ക് എല്ലാം തന്നെ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ നേരത്തെ തന്നെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ മീഡിയം ചൂടാകുമ്പോൾ ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളോളം കറക്റ്റായിട്ട് വെന്ത് വരില്ല. അതുപോലെ ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തതെങ്കിൽ അത് വല്ലാണ്ട് ഹാർഡായിട്ട് പോവുകയും ചെയ്യും. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇട്ട് കൊടുത്തപാട് അത് അനക്കാതിരിക്കുക, പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. ഒരു ഭാഗം ചെറുതായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഫ്രൈ ആയി വന്നതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോൾ ഏകദേശം പാകത്തിന് റെഡിയായി വരുന്നുണ്ട്. ഞാനിവിടെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് പാകത്തിന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റിയ ഉടനെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര സിറപ്പിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. അത് ചൂടോട് കൂടിയിട്ട് തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആ ഒരു പഞ്ചസാര സിറപ്പ് ചെറു ചൂടിലായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് നേരത്തെ അടച്ച് വെച്ചിരുന്നത്. ഇപ്പോൾ പഞ്ചസാര സിറപ്പ് ചെറു ചൂടിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാനിവിടെ കുറച്ച് സിറപ്പൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഞാനവിടെ ബാക്കിയുള്ളതും കൂടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക. ആ ഒരു സമയമാകുമ്പോഴേക്കും ഇതിൻ്റെ ഉള്ളിലേക്ക് പഞ്ചസാര സിറപ്പൊക്കെ നന്നായിട്ട് കയറി വന്നോളും. ഇതിപ്പോൾ ഇവിടെ ഞാൻ 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷമുള്ളതാണ്. പഞ്ചസാര സിറപ്പൊക്കെ നന്നായിട്ട് ഉള്ളിൽ കയറി വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ പുറമേ ഒരല്പം ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാകുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.